വെൽക്കം ടു ഷിൽവീസ് വണ്ടർ വേൾഡ്. ഞങ്ങൾ ഇന്നലെ ഒരു മൂവിക്ക് പോയി വിത്ത് ഫാമിലി, നുണക്കുഴി. അപ്പൊ ഞങ്ങളുടെ ഒപ്പീനിയൻ, ആ മൂവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഫുൾ പാക്ഡ് തിയേറ്റർ, ഈവൻ ആഫ്റ്റർ 12 days മൂവി ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. ഒരു ഫുൾ പാക്ഡ് തിയേറ്ററിൽ ആ വലിയ ക്രൗഡിൻ്റെ കൂടെ സിനിമ കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തു. നേരെ ഒരു പാതിരാത്രി 2 ആശാന്മാരിങ്ങനെ ബൈക്കിൽ വരുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ 2 പേരുടെയും തലയിൽ ഹെൽമെറ്റ് ഇല്ല. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി വേണമെങ്കിൽ ഒന്ന് കൊടുക്കാമായിരുന്നു. കാരണം നമ്മൾ വെറുതെ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ എത്രയാണ് പറ്റി കൊടുക്കുന്നത്. അതിൻ്റെ സെൻസർ ബോർഡുകാരും അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റായിട്ട് മൂവിയിലേക്ക് വേണം. എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കാഴ്ചാനുഭവം എന്ന് പറഞ്ഞു? എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു നോർമൽ മൂവി ആവേണ്ടിയിരുന്ന സിനിമ, പക്ഷേ അതിൽ അഭിനയിച്ച ആളുകളും സംവിധായകനും അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. ഒരുപാട് അങ്ങനെ ചിരിക്കാനൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ബോറടിക്കാതെ നമ്മൾ ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. ഏട്ടൻ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ജിത്തു ജോസഫിന് നമ്മളെ ദൃശ്യത്തെക്കുറിച്ചോ മെമ്മറീസെ കുറിച്ചൊക്കെ പറഞ്ഞതിന് മുമ്പ് മമ്മി ആൻഡ് മീയും മൈ ബോസ് ഒക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു ഗണത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ആ ഒരു പാറ്റേൺ, കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫൺ റൈഡാണ്. ഒരു സാധാ സിനിമ അനുഭവം ആകേണ്ടിയിരുന്ന സിനിമയെ അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കം കൊണ്ടും ആ സംവിധാന മികവ് കൊണ്ടും പിന്നെ ബാക്കി ബൈജു സന്തോഷിനെ വെച്ച് തുടങ്ങണം നമുക്ക്. പിന്നെ ബേസിക് ജോസഫ്, അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ഒരു പിൻബലത്തോടും നല്ല കൃഷ്ണകുമാറിൻ്റെ സ്ക്രിപ്റ്റിങ്ങും എല്ലാം കൂടി ചേർന്ന് ഒരു എബോവ് ആവറേജ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഒരു വിജയ ചിത്രമാക്കി മാറ്റാൻ കഴിയും. കാരണം ഈവൻ ആഫ്റ്റർ 12 days ആ തിയേറ്ററിൽ ഇത്രയും ഓളങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മുൻപ് വന്നിട്ടുള്ള കഥാപരിസരവും സ്ലാപ്റ്റിക് കോമഡിയും ഒക്കെ ഉണ്ടെങ്കിലും ശരി, അതൊരു വിജയ ചിത്രമായിട്ട് ഒരു സംവിധായകൻ ഒരു സിനിമയെ മാറ്റി കഴിയാന്ന് പറഞ്ഞാൽ അത് കയ്യടി അറിയിക്കുന്നതാണ്. നമുക്ക് മറ്റുള്ള സിനിമയുടെ വിഷയങ്ങളിലേക്ക് ബാക്കി നിനക്ക് എങ്ങനെയാണ് സിനിമ കണക്ട് ആയത്? സൈജു കുറുപ്പ് ഒരു കോർട്ട് റൂമിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നുണകളാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. കോർട്ട് റൂം ഡ്രാമയ്ക്ക് നമുക്കറിയാം, നേരിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോർട്ട് റൂം സ്റ്റാർട്ട് ചെയ്ത സിനിമ. ആ കഥാപാത്രത്തിൻ്റെ ടെമ്പോ അവസാനമാകുമ്പോഴത്തേക്ക് അത് അത്രത്തോളം വർക്കൗട്ട് ആയില്ല എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ. പിന്നെ കഴിഞ്ഞിട്ട് സ്വാസികയായിട്ട് അവർ തമ്മിലുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസ് രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ കഥ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ആവറേജ് സിനിമ അഭിനയ അനുഭവമാണ് ഫസ്റ്റ് ഹാഫിൽ അല്ലേ? അല്ല, ഗ്രേസ് ആന്റണി ഒക്കെ നല്ല, ഗ്രേസ് ആന്റണി സൈജു കുറുപ്പ് കോമ്പിനേഷൻ അടിപൊളിയാണ്, അത് നന്നായിരുന്നു. പിന്നെ അങ്ങനെ കഥ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഒരു കഥാപരിസരം എങ്ങനെ സൃഷ്ടിച്ച് നമ്മൾ അതിലേക്ക് ആ നുണക്കുഴിയിലേക്ക് നമ്മളെയും കൂടി ചാടിച്ച് നമ്മൾ ആ റൈഡിൻ്റെ ഒപ്പം അങ്ങനെ പോകുന്നു. ആദ്യം ഒരു ഏവറേജ് സ്പീഡ് പോകുന്ന കഥാപരിസരം ഇൻ്റർവെല്ലിലൊക്കെ എത്തുമ്പോഴത്തേക്ക് മറ്റൊരു തലത്തിലേക്ക് സ്പീഡായിട്ട് പോവുകയാണ് കഥയിൽ കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് നമ്മൾ അജു വർഗീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആന്റണി ആദ്യം വളരെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഗ്രേസ് ആന്റണിയും കഥ പോകെ ഗ്രേസ് ആന്റണിയും നമ്മുടെ റിച്ചുമോൻ എന്ന് പറയുന്ന ബേസിക് ചെയ്ത നമ്മളെ ഒരു കുട്ടികളിലേക്കൊക്കെ വഴുതി വീഴുന്നതായിട്ട് നമുക്ക് തോന്നി. റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു CI വരുന്നത് കൂടി ബൈജു സന്തോഷ് ഒരു സിനിമയുടെ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം മെയിനായിട്ട് ക്യാരി ചെയ്യുന്ന അദ്ദേഹമാണ്. അത് വളരെ രസകരമാണ്. ഇന്റർവെല്ലിന് ശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാനാണ് സിദ്ദീഖ്, ബിനു പപ്പു, പിന്നെ മനോജ് കെ ജെ, മറ്റേ നടന്റെ പേരെന്തായാലും നമ്മുടെ അൽതാഫ്. ഒരു വെള്ളവടി സീൻ ആ ഒരു ഭാഗത്ത് ശരിക്കും സ്കിറ്റ് ലെവലിലേക്ക് താഴ്ന്നുപോയി. ജിത്തു ജോസഫ് കുറച്ചും കൂടി ഒരു ഹോംവർക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി രസകരമാക്കാവുന്ന കുറേ കാര്യങ്ങളെ എലമെന്റുകളെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ വല്ലാണ്ട് കുറച്ചത് ബോറടിപ്പിച്ചിട്ടുണ്ട്. ഇൻഎവിറ്റബിൾ ആണ് ആ സിനിമയിൽ നിന്ന് ഈ സീൻ, പക്ഷെ കുറച്ചും കൂടി മനോഹരമാക്കായിരുന്നു. അതിന്റെ സീൻസും ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ആർട്ട് വർക്കും ഒക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ അത് പിന്നീട് കഥയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു കഥാപരിസരം ആയതുകൊണ്ട് അതും രസമായിരുന്നു. ഇന്റർവെല്ലിന് ശേഷം കഥ കുറച്ചുകൂടി ഫാസ്റ്റ് ആവുന്നു. ഈ നുണക്കുഴിയിൽ നിന്ന് എങ്ങനെയാണ് ഇവരൊക്കെ രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്. ഒരു 24 hours ടൈം കൊണ്ട് നിഖില വിമല് എല്ലാ സിനിമയിലും, അതായത് ഗുരുവായൂർ അമ്പലം നടന്നില്ല അതേ ഒരു റോള് ഇവിടെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അവരെ എല്ലാ സിനിമയിലും ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് നമുക്ക് പഠന വിഷയമാക്കേണ്ട സംഗതിയാണല്ലേ. പിന്നെ ലേന നല്ല രസമായിരുന്നു. വാവയുടെ അമ്മയും കുറച്ച് സമയം മതി സ്ക്രീൻ പ്രസൻസ്. ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നായകനോ അല്ലെങ്കിൽ ഒരു നടനോ തൻ്റെ സിനിമയിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ കുറച്ച് സമയം മതി. അതിനദ്ദേഹം കാണിച്ച ഉദാഹരണം നമ്മളെ ആക്ഷൻ ഹീറോ ബൈജുവിലെ സുരാജിന്റെ കഥാപാത്രമാണ്. അത് അങ്ങനെയാണ് അത് സിനിമയിൽ. പിന്നെ അസീസ് നൽകുന്നത് വളരെ നന്നായിട്ട് ചെയ്തു. പിന്നെ കലാഭവന്റെ വേറെ അതിൻ്റെ പേര് യൂസഫ് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ വന്നും പോന്നും വരുന്ന കഥാപാത്രങ്ങൾ ഏകദേശം ഒരു ഹോസ്പിറ്റൽ സിസ്റ്ററൊക്കെ ഉണ്ട്, അവരൊക്കെ നന്നായിട്ട് ചില ഫീൽസ് ഉള്ളവർ നന്നായിട്ടുണ്ടായിരുന്നു. ലോജിക്കുകളൊക്കെ നമുക്ക് തിയേറ്ററിന്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ആ സിനിമയ്ക്ക് കാണാം. ഒരു ആവറേജ് ഫണ്ടാണ്. പഴയ സ്ലാപ്റ്റിക് പ്ലേയേഴ്സിന്റെ അത്തരത്തിലുള്ള ആ ഒരു സ്ലാപ്റ്റിക് കോമഡി ലെവലിലേക്ക് ഒന്നും പോയിട്ടില്ലെങ്കിലും ജിത്തു ജോസഫ് ഇത്ര രസകരമായിട്ടുള്ള സിനിമ ചെയ്യുന്നു, അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ഒരു ഫൺ റൈഡ് തന്നെയായിരുന്നു, ഒരു ചെറിയ ചിരിക്കിഴി. പക്ഷേ നിർമ്മാതാക്കളെ സംബന്ധിച്ച് ഇതൊരു വലിയ പണക്കിഴിയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്ക് ഫാമിലിയോട് കൂടി രസമായിട്ട് ഒരു വൺ ടൈം വാച്ചബിൾ മൂവി അനുഭവമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതിന് ഞങ്ങൾ പോയി ആദ്യം മൂവി കാണണം. താങ്ക് യു. ബൈ.